ഹായ് ഹലോ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ചക്കയുടെ പാർട്ട് 1ഉം 2ഉം അതായത് ചക്ക അപ്പം ഉണ്ടാക്കുന്നതും ചക്ക വരട്ടിയതും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും ഒന്ന് കണ്ട് ചക്ക കിട്ടുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കയുടെ സീസൺ ഏതായാലും കഴിഞ്ഞു വരുന്നുണ്ടെങ്കിലും ചക്ക കിട്ടുകയാണെങ്കിൽ പഴുത്ത ചക്ക കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഞാൻ ചുള മാറ്റിയെടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു കുരു നല്ല വലിയ കുരുവാണ് ചക്കയുടേതെന്ന്. അപ്പോഴേ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുരു വെച്ചിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കണമെന്ന്. മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് വലിയൊരു പ്രോസസ്സൊന്നുമല്ല. ഇത് നീറ്റാക്കി എടുക്കേണ്ട ഒരു മാത്രമേ ഉള്ളൂ. ആ ട്രാൻസ്ലൂസൻ്റ് കവർ മാത്രം മാറ്റിയെടുക്കുക, ബ്രൗൺ കവർ റീറ്റെയിൻ ചെയ്യണം. എന്നിട്ട് സ്ലൈസസ് ആക്കി എടുക്കുക. എന്നിട്ട് കുക്കറിലിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു വിസിലടുപ്പിച്ചിട്ടുണ്ട് ഞാൻ. അല്ലെങ്കിൽ നമ്മൾ ചീനച്ചട്ടിയിൽ തന്നെ ആക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് ഒരു വിസിലടുപ്പിക്കുക. പിന്നെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ അതിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഡ്രൈ ആവുന്നവരെ കുക്കാക്കി എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടുക. എന്നിട്ട് എല്ലാ സൈഡും എല്ലാ പീസസും മുരിഞ്ഞ് വരുന്നത് വരെ നന്നാക്കി മുരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്ക സീസണിൽ ഇതുപോലെ കുരു കിട്ടുമ്പോൾ നന്നായി കഴുകി നന്നായിട്ട് ഉണക്കിയെടുക്കുക. മഴക്കാലമായിരിക്കും, അപ്പോൾ വെയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഷെയ്ഡുള്ള സ്ഥലത്ത് എവിടെയും വെച്ചിട്ട് പൂപ്പലൊന്നും വരാത്ത രീതിയിൽ നന്നായി ഉണക്കിയെടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ തോരനോ അല്ലെങ്കിൽ മിൽക്ക് ഷേക്ക്സോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ കുറേ നാളത്തേക്ക് ചക്കക്കുരു സൂക്ഷിച്ച് വെക്കാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.